ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാഡ്രിലാറ്ററൽസിന്റെ കുറച്ച് പോർഷൻസും നോക്കി, അതേപോലെ ക്വസ്റ്റ്യൻസും നോക്കി. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കി, ക്വാഡ്രിലാറ്ററൽസിന്റെ എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അല്ലെ. എന്താണ്? ഫോർ സൈഡഡ് പോളിഗൺ അല്ലെ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഫോർ സൈഡഡ് പോളിഗൺ ആണെന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ പഠിച്ച വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? അതിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഇന്റീരിയർ ആംഗിൾസിന്റെ ഇത് കാണാൻ n-2 × 180 ആണ് ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ഇക്വേഷൻ. മറന്നു പോകരുതേ. ഇനി മൂന്നാമത്തെ കാര്യം, എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതേപോലെ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നതും എന്ത് തന്നെയാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു? 360 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗിവൺ ഫിഗർ ഈസ് എ പാരലലോഗ്രാം. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഒരു പാരലലോഗ്രാം ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് ഫൈൻഡ് എക്സ്, വൈ ആൻഡ് ഇസഡ്. അതാണ് ക്വസ്റ്റ്യൻ. എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാലോ. നമുക്കൊരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. പാരലലോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽസ് ആണ്, അതേപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം വൈ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നോക്കിയേ, വൈ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ വൈ എന്ന് പറയുന്നത് 80 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നോക്കിക്കേ, y ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. എന്ത് എഴുതാം? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. സോ നമ്മൾ അങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ഇല്ല അല്ലെ. നമുക്ക് പക്ഷെ ഇസഡ് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു പാരലൽ ലൈൻസ് പോവുകയാണ്. ഇതിന് ട്രാൻസ്വേഴ്സൽ ആയിട്ട് ഒരു ലൈൻ വന്നാൽ ഇവിടെയുള്ള ആംഗിളും എന്താണ്? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്. അടുത്ത ആംഗിൾ നോക്കിക്കേ, ഇത് വന്നാൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ വന്നാൽ എന്താണ് വരുന്നത്? അടുത്തയാള് ഉള്ളിൽ വരും. അപ്പൊ അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് നമുക്കിവിടെ പറയുന്നത് അല്ലെ. കറസ്പോണ്ടിങ് ആംഗിൾസ് പറയുന്നുണ്ട്. അപ്പൊ ഇസഡ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 80 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇസഡ് എന്ന് പറയുന്നതും 80 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Z is also 80 degree where നമുക്ക് എന്ത് എഴുതാം? പ്രോപ്പർട്ടി corresponding angles are equal. corresponding angles are equal എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നോക്കിക്കേ, ഇനി അടുത്തത് എന്താണ്? ഇനി എന്താ? നമുക്കിവിടെ എക്സ് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ ഈ ഒരു പോർഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ കണ്ടുപിടിക്കാം. നമുക്ക് ലീനിയർ പെയർ അറിയാം അല്ലെ. അപ്പൊ എന്താ നോക്കിക്കേ, എ പ്ലസ് 80 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 180 നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. ലീനിയർ പെയർ നമുക്ക് കൊടുക്കാം. ലീനിയർ പെയർ നമ്മൾ കൊടുത്തു. ലീനിയർ പെയർ എന്ന് കൊടുത്തില്ലേ. ഇനി നമുക്ക് എ കണ്ടുപിടിക്കാലോ. എന്താണ്? 180 മൈനസ് 80. ദെൻ എ എന്ന് പറയുന്നത് 100 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ എന്തിവിടെ കണ്ടുപിടിച്ചു? 100 എന്ന് കണ്ടുപിടിച്ചു. എ 100 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 100ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ് എന്ത്? എക്സ്. സോ നമുക്ക് എന്ത് എഴുതാം? എ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ആണ്. therefore എക്സ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഇവിടെ നമ്മൾ എന്ത് തന്നെ എഴുതണ്ടേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. opposite angles of a parallelogram are equal. അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ? എക്സ് കിട്ടി, വൈ കിട്ടി, സെഡും കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ഫിഗർ ഹെൽപ്പ് HELP അതാണ് തന്നിരിക്കുന്നത്. H ഉണ്ട്, E ഉണ്ട്, L ഉണ്ട്, P ഉണ്ട്. നോക്കിയേ, ഈസ് എ പാരലലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് ആർ ഇൻ സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ.
then given that OE is equal to 4 and HL എന്ന് പറയുന്നത് എന്താണ് more than 5 more than PE find OH ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ ഇതൊരു പാരലലോഗ്രാം ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പാരലലോഗ്രാമിന്റെ ഡയഗണൽ പഠിക്കുന്നുണ്ട്. ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയുന്നുണ്ട് അല്ലേ. ബൈസെക്ട് ഈച്ച് അതർ. ഇവിടെ നോക്കിക്കേ നമുക്ക് എന്താ തന്നിട്ടുള്ളത് OE എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതാണ് O, ഇതാണ് E. HPL നോക്കിയേ OE എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് PO കണ്ടുപിടിക്കണ്ടേ. PO എന്താ നമുക്കറിയാം. OE 4 സെന്റിമീറ്റർ ആണെങ്കിൽ PO എന്ന് പറയുന്നതും 4 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ എന്ന് കൊടുക്കുക. ഡയഗണൽ ബൈസെക്ട് അത് ഈച്ച് അതർ എന്ന് കൊടുക്കുക. അപ്പൊ ദേ നമുക്ക് എന്ത് കിട്ടി ഇതും 4 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്താ PE കാണണം. therefore PE എന്ന് പറയുന്നത് എന്താ therefore PE എന്ന് പറയുന്നത് എന്ത് വരും 4 + 4 അല്ലേ 8 സെന്റിമീറ്റർ എന്ന് വരും അല്ലേ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ OH ആണ്. പക്ഷെ HL നമുക്ക് തന്നിട്ടുണ്ട്. HL ഈസ് ഈക്വൽ ടു 5 more than PE. HL എന്ന് പറയുന്നത് മൊത്തത്തിലുള്ളത് എന്ത് തന്നിട്ടുണ്ട് 5 more than PE ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ HL നമുക്ക് നോക്കാം. HL ഈസ് ഈക്വൽ ടു 5 more than PE എന്ന് പറയുമ്പോൾ 5 + 8 എന്ന് വരും അല്ലേ. എന്തെന്ന് വരും 13 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് HO കാണാലോ. HL-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. നേരെ പകുതി ആയിരിക്കുമല്ലോ. HL എന്ന് പറയുന്നത് 13 ആണെങ്കിൽ 13/2 ആയിരിക്കും എന്ത് വരുന്നത് നമുക്ക് HO വരുന്നത്. സോ HO എന്ന് പറയുന്നത് എന്തായിരിക്കും 13/2 കൊടുക്കണം. 13/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത് 6.5 ആണ് വരുന്നത്. 6.5 സെന്റിമീറ്റർ. അപ്പൊ ഫൈൻഡ് OH എന്ന് പറഞ്ഞാൽ OH എന്ന് പറയുന്നത് എത്രയാണ് 6.5 സെന്റിമീറ്റർ. OL-ഉം 6.5 സെന്റിമീറ്റർ ആണ്. കണ്ടോ ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടീസ് നിങ്ങൾ പാരലലോഗ്രാമിന്റെ ആയാലും എല്ലാത്തിന്റെയും പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗിവൺ ഫിഗർ ഈസ് എ പോളിഗൺ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെയാണ് എക്സ് തന്നിരിക്കുന്നത്. ഒരു പെന്റഗൺ ആണല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് A എന്നും ഇതിനെ നമ്മൾ B എന്നും കൊടുത്താൽ നമുക്ക് ഈ രണ്ട് സൈഡിൽ ഉള്ളിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. ലീനിയർ പെയർ ഉപയോഗിച്ച് നോക്കിക്കേ. A + 70 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടൂലേ. എന്താണിത് കാരണം ലീനിയർ പെയർ. ലീനിയർ പെയർ എന്ന് കിട്ടും അല്ലെ. ലീനിയർ പെയർ എന്ന് കിട്ടും. ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം A കണ്ടുപിടിക്കണം. A ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി. സോ A എന്ന് പറയുന്നത് 110 ഡിഗ്രി എന്ന് കിട്ടും. 110 ഡിഗ്രി എന്ന് കിട്ടും. കിട്ടിയോ? ഇനി ഇതേപോലെ B കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. B എന്ന് പറയുന്നത് എന്താ B + 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അവിടെ നമ്മൾ പ്രോപ്പർട്ടി എഴുതണം ലീനിയർ പെയർ. ലീനിയർ പെയർ എന്ന് എഴുതി നോക്കിക്കേ. ഇനി B ഈസ് ഈക്വൽ ടു എന്താ 180 മൈനസ് 60. സോ B ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. 120 ഡിഗ്രി കിട്ടി. അപ്പൊ നോക്കിക്കേ ഉള്ളിലുള്ള രണ്ട് ആൾക്കാരെയും കിട്ടിയിട്ടുണ്ട്. എന്തെന്ന് കിട്ടി A 110 ഡിഗ്രി എന്നും അതേപോലെ B എന്ന് പറയുന്നത് 120 ഡിഗ്രി എന്നും കിട്ടി. അപ്പൊ നമുക്ക് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കിനി എന്ത് കാണാം ഉള്ളിലുള്ള ഈ ഒരു പോളിഗണിന്റെ ഉള്ളിലുള്ള ഇന്റീരിയർ ആംഗിൾസിനെ സമ്മ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇതൊരു പെന്റഗൺ ആണ്. പെന്റഗണിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. n-2 ഇൻറ്റു 180 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്. 5 - 2 ഇൻറ്റു 180 ആണ്. സോ ആൻസർ വരും നമുക്ക് 540 ആണ്. അപ്പോൾ പെന്റഗണിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 540 ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. The sum of interior angles of a polygon or pentagon എന്ന് കൊടുത്തോ. പോളിഗൺ വേണ്ട, പെന്റഗൺ എന്ന് കൊടുക്കുക. പെന്റഗൺ ഈക്വൽ ടു 540 ആണ്. അപ്പൊ നോക്കിക്കേ എന്തൊക്കെ വരും നമുക്ക്
30 degree plus 110 degree plus 120 degree plus x നെ നമുക്ക് എന്തെന്ന് എഴുതാം 2x is equal to 540 എന്ന് കിട്ടി അല്ലേ. ഇനി നോക്കിക്കേ 30 110 120 ആഡ് ചെയ്യുക 0 6 260 എന്ന് നമുക്ക് കിട്ടി. 260 plus 2x is equal to 540 എന്ന് കിട്ടി അല്ലേ. ഇനി 540 minus 260 ചെയ്തേ 540 minus 260 നമ്മൾ ചെയ്യണം അല്ലേ. നമുക്ക് 280 എന്ന് കിട്ടി. 280 എന്ന് കിട്ടി. അപ്പോൾ 2x is equal to 280 എന്ന് കിട്ടി. ഇനി x കാണാൻ എന്ത് ചെയ്യണം? x is equal to 280 divided by 2 കൊടുത്തു. സോ ആൻസർ ഈസ് ഈക്വൽ ടു 1 വരും, 4 വരും, 0 വരും. സോ 140 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ ദേ ഇവിടെ രണ്ട് സ്ഥലത്തും എന്താ വരുന്നത്? 140. 140 പ്ലസ് 140 പ്ലസ് 30 പ്ലസ് 110 പ്ലസ് 120 എന്ന് പറയുന്നത് സം എത്രയായിരിക്കും? ഈ കിട്ടുന്ന 540 ആയിരിക്കും. സോ എക്സിന്റെ വാല്യൂ 140. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിന്റെ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഇതേപോലെ വേറൊരു ഷേപ്പ് തന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാണാതെ പഠിച്ചു വെക്കണമെന്നില്ല, ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗിവൺ എ പാരലോഗ്രാം ABCD, complete each statement along with the definition or property used. ഓക്കെ, നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്, ABCD ON തന്നിട്ടുണ്ട്, ഡയഗണൽസും ഉണ്ട്. ദി ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ AD is equal to AD എന്തിന് ഈക്വൽ ആണ് നോക്കിക്കേ? AD is equal to CB ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. സോ നമുക്ക് എന്തെന്ന് എഴുതാം? CB. പ്രോപ്പർട്ടി എഴുതണ്ടേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. അതേപോലെ AB എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? CDക്ക് ഈക്വൽ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആംഗിൾ DCB ഈസ് ഈക്വൽ ടു എന്താ? DCB എന്ന് പറയുന്നത് ഏതാണ്? D ഉണ്ട്, C ഉണ്ട്, B ഉണ്ട്. ദേ ഈ ആൾക്കാരാണല്ലേ. DCB എന്ന് പറയുന്നത് ഏതിനോടാണ് ഈക്വല്? DAB യോടാണ്. C എന്ന് പറയുന്നത് A യോടാണ് ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ DAB എന്ന് എഴുതാൻ പറ്റും. എഴുതേണ്ടത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ OC ഈസ് ഈക്വൽ ടു. OC എന്ന് പറയുന്നത് ഏതാ? OC ഇത് കണ്ടോ? ഇതാണ് OC. ഇത് എന്തിനോടാ ഈക്വല്? OAക്ക്. ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ എന്നല്ലേ പറയുന്നത്. OC എന്ന് പറയുന്നത് OAക്ക് ഈക്വൽ ആണ്. നോക്കിക്കേ, അപ്പൊ OC ഈസ് ഈക്വൽ ടു OA. എന്താ? ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ എന്ന് കൊടുത്തു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? M എന്ന് കൊടുത്തിരിക്കുന്ന മെഷർ ആണ് കേട്ടോ. മെഷർ ഓഫ് ആംഗിൾ DAB. മെഷർ ഓഫ് ആംഗിൾ DAB പ്ലസ് മെഷർ ഓഫ് ആംഗിൾ എന്താ? CDA. ഇവരെന്താ? അഡ്ജസെന്റ് ആംഗിൾസ് ആണല്ലേ. അപ്പൊ ഇവരുടെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 degree. Adjacent angles are supplementary. Adjacent angles are supplementary. സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ എന്താണ്? 90 ഡിഗ്രി ആണ് കേട്ടോ. കോംപ്ലിമെന്ററി. സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയും കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ഫിഗർ ഈസ് എ പാരലോഗ്രാം. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇതൊരു ഫിഗർ ആണ്. ഇതിന്റെ എക്സും വൈയും കണ്ടുപിടിക്കാം. നമുക്ക് പാരലോഗ്രാമിൽ അറിയാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. എന്താ? SG ഈസ് ഈക്വൽ ടു എന്താണ്? NU ആണല്ലേ. അതേപോലെ GU ഈസ് ഈക്വൽ ടു SN ആണ് അല്ലേ. അപ്പൊ നോക്കിക്കേ, ആദ്യത്തേത് എടുക്കാം നമുക്ക്.
എസ് ജി ഈസ് ഈക്വൽ ടു എൻ യു. എസ് ജി എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എസ് ജി 3x ആണല്ലേ. 3x ഈസ് ഈക്വൽ ടു എൻ യു എന്ന് പറയുന്നത് 18. നമുക്കിനി സോൾവ് ചെയ്യാലോ. എല്ലാവരും ലീനിയർ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ നോക്കിക്കേ, എക്സ് ഈസ് ഈക്വൽ ടു 18/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ 6 ആണ്. 6 × 3 18 കിട്ടിയില്ലേ? സെയിം അല്ലേ അപ്പോ? യെസ്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ജി യുവും എസ് എന്നും ആണ്. അപ്പൊ കൊടുക്കുക ജി യു ഈസ് ഈക്വൽ ടു എസ് എൻ എന്ന് കൊടുത്തു. ഇനി ജി യു എന്ന് പറയുന്നത് എന്താ? 3y - 1 ഈസ് ഈക്വൽ ടു എസ് എൻ 26 എന്ന് കിട്ടി. 26 എന്ന് കിട്ടി. അപ്പൊ നോക്കിയേ, 3y - 1നെ 3 അവിടെ വെച്ചു, 3y വെച്ചു, 27 എന്ന് കിട്ടി. ഇനി y-നെ എന്ത് ചെയ്തു? 27/3 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. 9 എന്ന് കിട്ടിയില്ലേ? നോക്കിക്കേ, 3 × 9 27, 27 - 1 26. സോ വൈയുടെ നമുക്ക് ആൻസർ കിട്ടി 9. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ആകെ 3 എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് ആംഗിൾസ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരാളാണ് എന്ത്? ഡയഗണൽ. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ CC+ല് 1-to-1 ഇൻഡിവിജ്വൽ ട്യൂഷൻസ് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ റൺ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മളൊരു കോച്ചിങ് സെന്ററിൽ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. നിങ്ങൾ സ്കൂളിൽ ഇരിക്കുന്ന പോലെ തന്നെയാവും അല്ലേ? പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് ആ സാറിനോട് ചോദിട്ട് ഒരു ഫ്രണ്ട് ആയിട്ട്, അല്ലേ? പണ്ടത്തെ പോലെ വടിയൊക്കെ പിടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ അടുത്ത്? ഇല്ല. നല്ലൊരു ഫ്രണ്ട് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് പഠിപ്പിച്ച് നിങ്ങൾക്കുള്ള ഡൗട്ട് സ്കൂളിലാകുമ്പോൾ നമുക്ക് ട്യൂഷൻ ക്ലാസ്സിലും അതെ ചോദിക്കേണ്ട ഡൗട്ട് എല്ലാവരും കേൾക്കുമ്പോൾ നമ്മളെ കളിയാക്കും. ഇതിപ്പോൾ ആരെങ്കിലും കളിയാക്കാനുണ്ടോ? ടീച്ചറിന് വല്ലേ ഉള്ളൂ. ടീച്ചർ നിങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അത് നല്ല കറക്റ്റ് ആയിട്ട് തിരുത്തി തരും. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ചെന്നിട്ടായാലും കറക്റ്റ് ആൻസർ പറയാൻ ഒരു മടിയും വരേണ്ടി വരില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ ബാച്ചും അതേപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ സെഷനും ഉണ്ട്. നമ്മുടെ ഇൻഡിവിജ്വൽ സെഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ 9496949929 ആണ് കേട്ടോ. എല്ലാവരും നമുക്ക് സ്റ്റാൻഡേർഡ് 1 to 12 വരെ ട്യൂഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിന്റെ അടുത്ത കുറച്ചും കൂടെ ഹൈ ലെവൽ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. സ്റ്റേ ട്യൂൺ.